ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുട്ടത്തോട് വെച്ചിട്ട് കുറച്ചധികം ടിപ്സുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ടിപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ കുറച്ചധികം ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത്രയും മുട്ടത്തോടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുട്ടത്തോട് മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ തവണ തന്നെ ഇത്രയും മുട്ടത്തോട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ മുട്ട എടുത്തതിന് ശേഷം അതിൻ്റെ തോട് വലിച്ചെറിയാണ്ട് നമ്മളിതൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് കഴുകി നമ്മളിതൊന്ന് ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മാസത്തിൽ ഒരു തവണയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇത്രയും മുട്ടത്തോടൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അത്രയും മുട്ടത്തോട് നമ്മൾ ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് നല്ല പോലെ തന്നെ തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ്. അപ്പോൾ അതായത് നല്ല പോലെ തന്നെ നമ്മൾ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ തിളപ്പിക്കുന്നത് ഈ മുട്ടത്തോടിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഒരു 20 മിനിറ്റ് നല്ല പോലെ തന്നെ തിളപ്പിച്ച് ഇതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് വലിച്ചു കൊടുക്കുക. മുട്ടത്തോടിൻ്റെ ഉള്ളിൽ ഒരു പാട പോലെ ഉണ്ടാവുമല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് വലിച്ചെടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുക്കേണ്ട ടിപ്പ്. നല്ല പോലെ തന്നെ ഒരു 20 മിനിറ്റ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാടയുടെ പോലത്തെ ആവരണം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് മുട്ടത്തോട് നല്ല പോലെ തന്നെ ഒന്നുകൂടെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് നല്ല പോലെ തന്നെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. ആ കൈയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉൾവശത്തും പുറവശത്തും ഒക്കെ നല്ല പോലെ തന്നെ കഴുകിയിട്ടുണ്ട്. ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് അതിനുശേഷം നമ്മൾ വെച്ച് കൊടുക്കുക. ഇതേപോലെ പരന്ന പാത്രത്തിലേക്ക് നമ്മൾ ഈ മുട്ടത്തോട് ഇതുപോലെ കമഴ്ത്തി വെക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വെയിലിൽ വെച്ച് ഉണക്കണമെന്നില്ല. നമ്മുടെ ജനാലിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെ കിച്ചൻ്റെയൊക്കെ ജനാലിൻ്റെ സൈഡിൽ കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളും പുറമൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഇതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇത് ജസ്റ്റ് ഇതുപോലെ മുട്ടത്തോടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ മിക്സിയിലൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ട് ഉള്ളത് നമ്മുടെ മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. എന്നിട്ട് നമ്മളിത് മുട്ടത്തോട് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ മൂർച്ചയില്ലാത്ത മിക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓഫാക്കി ഓണാക്കി ഒരു 2 തവണയൊക്കെ അടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മുട്ടത്തോട് നല്ല പോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഫൈനാക്കി തന്നെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമുക്ക് ഇത്രയും നമ്മൾ ആ ഒരു ബൗള് നിറയെ മുട്ടത്തോട് പൊടിച്ചപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരിപ്പയിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് മുട്ടത്തോട് പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടുള്ള നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്നത് ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക, നമ്മുടെ ഇഷ്ടം പോലെ എടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. ഒരു നുള്ള് നമ്മുടെ കയ്യിൽ എടുത്തിട്ടുള്ള ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് നമുക്ക് വേണ്ടത്. ഒരു സ്പൂണ് മുട്ടത്തോട് പൊടിച്ചത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല ആട്ടിയിട്ടുള്ള നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു മുട്ടത്തോടും ബേക്കിംഗ് സോഡയും വെളിച്ചെണ്ണയും കൂടി നല്ലൊരു കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടണം. അതിന് എത്ര വെളിച്ചെണ്ണ വേണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൊടി എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുന്നതിന് അളവിൽ മാറ്റം വരും. ഏകദേശം നമുക്കൊരു 1/2 സ്പൂൺ മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്. ഇതുപോലെ കട്ടിയുള്ളൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം മുട്ടത്തോടിൽ കാൽസ്യം ഉള്ളതിനാൽ ഇത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വലിയ വില കൊടുത്ത് തന്നെ വാങ്ങേണ്ടി വരും. ഇത് വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ എനാമൽ ശക്തി നല്ല പോലെ കൂടും. അതുപോലെ തന്നെ മോണപ്പഴുപ്പ്, നമ്മുടെ പല്ലിനുണ്ടാകുന്ന മഞ്ഞളിപ്പ്, വായനാറ്റം ഇതൊക്കെ മാറി പല്ല് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്.
അപ്പം നമ്മളൊരു 2 ആഴ്ച ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്കറിയാലോ മുട്ടത്തോടിലുള്ള കാൽസ്യം നമുക്ക് ഒരുപാട് നമ്മുടെ പല്ലിൻ്റെ ഒരു എനാമൽ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂണോളം നമ്മുടെ ഈ ഒരു എഗ്ഷെൽ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്നത് നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാം കേട്ടോ. നല്ല പോലെ തന്നെ കാൽസ്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും നഖം വളരാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഈ പൗഡർ മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂർ ഈ വെള്ളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ അരിച്ച് ആ വെള്ളം മാത്രമായിട്ട് ഇതുപോലെ അരിച്ച് നമുക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കഴിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ വീക്കിലി ഒറ്റ തവണയൊക്കെ കുടിച്ചാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് കുടിക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ഇതിൻ്റെ വീഡിയോസ് കിടക്കുന്നുണ്ട്. ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ സംശയമുള്ളവർക്ക് കുടിക്കാം. നമുക്ക് കട്ടൻ ചായയിലും ഇതുപോലെ ഒരു 1/2 സ്പൂൺ എഗ്ഷെൽ പൗഡർ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. പിന്നെ നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ ഈ ഒരു മുട്ടത്തോട് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ് കേട്ടോ. അപ്പോൾ വൈറ്റ് കളറിലുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് ഒന്നുകൂടെ നല്ലത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. കണ്ടോ, നമ്മൾ ഇത്രയും നമ്മുടെ ഈ ഒരു മുട്ടത്തോട് പൊടി എടുത്ത അതേ അളവിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഉപ്പാണ്. ഇനി ഇത് രണ്ടും നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി ഇതൊരു നല്ലൊരു കട്ടിയുള്ള ഒരു പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടോ, നമ്മുടെ ഈ ഒരു കത്തിയൊക്കെ നല്ല പോലെ തുരുമ്പിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കറ പിടിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറച്ച് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള ഒരു കറയും ചെളിയൊക്കെ പോയി നമ്മുടെ കത്തിയൊക്കെ നല്ല പുത്തനാവാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. 2 സൈഡിലും നമ്മളിതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് വെച്ചിട്ട് ഈ ഒരു ടിപ്പ് മാത്രമല്ല, നമ്മളിതാ ഈ ഒരു കത്തിയിൽ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക. ഇത്രയും കറ പിടിച്ചിട്ടുള്ള കത്തിയാണല്ലോ. അപ്പോൾ നമുക്ക് കഴുകുമ്പോൾ എത്രത്തോളം മാറ്റേണ്ടെന്ന് കാണുക. അപ്പോൾ നമ്മൾ കൈയൊക്കെ മുറിയാണ്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ആ ഒരു കറയും ചെളിയും ഒക്കെ പോയിട്ട് നല്ല പോലെ തന്നെ നമുക്ക് കത്തി ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ സ്ക്രബ്ബറൊന്നും വെച്ചിട്ടില്ല, കൈ വെച്ചിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കറയും കൂടി നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, ഇത് വെച്ചിട്ട് നമ്മുടെ കിച്ചണിലെ സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസ് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലൊക്കെ ഉള്ള നമ്മുടെ ഗ്യാസ് വെക്കുന്ന അടിയിലൊക്കെ ഉള്ള കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മളിത് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറയൊക്കെ പെട്ടെന്ന് തന്നെ പോവും. ഇതുപോലെ നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ കുറ്റി വെക്കുന്നതിൻ്റെ അടിയിലൊക്കെ ഉള്ള കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതുപോലെ കളയാം. ഇനി ഇത് ഉരച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചൻ്റെ സിങ്ക് നല്ല പോലെ തന്നെ വൃത്തിയാവും. മാത്രമല്ല നല്ലൊരു ഷൈനിങ്ങും കളറും നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, അതിലുള്ള അഴുക്കും മുച്ചിലൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മുടെ വാഷ് ബേസ് നമ്മുടെ ടൈലൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം നമ്മൾ മുട്ടത്തോട് പൊടി എത്രത്തോളം എടുത്തോ അതേ അളവിൽ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മുട്ടത്തോടും അതുപോലെ തന്നെ നമ്മൾ ഉപ്പും രണ്ടും നമ്മൾ സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1/2 മുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ ഇല്ലാത്തവർക്ക് നമുക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നാരങ്ങയ്ക്ക് പകരം നമുക്ക് നാരങ്ങയുടെ അതേ ഒരു ക്ലീനിങ് എഫക്റ്റ് തരുന്ന ഒന്നാണ് നമ്മുടെ ബേക്കിംഗ് സോഡ. അപ്പോൾ നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ആ നാരങ്ങയുടെ ഒരു ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് വരും. ഇനി ഇത് നല്ല പോലെ തന്നെ ഈ ഒരു മുട്ടത്തോട് ഉപ്പ് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ ഇനി വിനാഗിരി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ, നമുക്കിപ്പോൾ വല്ലാണ്ട് കറ പിടിച്ച പാത്രങ്ങൾ ഇവിടെ കാണിക്കാനും ഇല്ല. അപ്പം നമ്മൾ കറ പിടിച്ച പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും കറ കളയാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു
എഫക്റ്റീവായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കറയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു എവിടെയാണോ കറയുള്ളത് ആ ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കറയൊക്കെ പോകും. അപ്പോൾ ഇതിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നല്ലപോലെ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ഈ ഒരു വെള്ളം ഒഴിച്ച് സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചപ്പോൾ തന്നെ നല്ല പോലെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് സെറാമിക്കിൻ്റെ ഇതുപോലുള്ള കപ്പ്, നമ്മുടെ ഗ്ലാസിൻ്റെ കപ്പ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള കപ്പിലൊക്കെ കറ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കറയൊക്കെ നമ്മൾ ഡെയിലി ചായ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കറയാണ്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ജസ്റ്റ് കുറച്ച് ഒരു അല്പം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ആ പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയാവും. മാത്രമല്ല നല്ല പുത്തനായിട്ടും കിട്ടും. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി ഇത് വെച്ചിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിനാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് ബാത്റൂമിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ കറ പിടിച്ചിട്ടുള്ള ബാത്റൂം ക്ലോസറ്റൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല നമുക്കിത് നമ്മുടെ ടൈലിലും വാൾ ടൈലിലും ഒക്കെ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ്. നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം. നല്ല പോലെ കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുഴൽ കിണറിൻ്റെയൊക്കെ വെള്ളം യൂസ് ആക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഈ ടാപ്പിലുള്ള അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വാൾ ടൈല്, അതുപോലെ തന്നെ ഫ്ലോർ ടൈല്, ഇതിലൊക്കെ ഉള്ള കറ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ ടാപ്പിലുള്ള കറയൊക്കെ നമുക്ക് ഇതുപോലെ ഉരച്ച് കളയാട്ടോ. നമുക്ക് സ്റ്റീലിൻ്റെയിലൊക്കെ പെട്ടെന്ന് തന്നെ ഉച്ചിലും ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്താൽ മതി. പിന്നെ നമ്മുടെ തുണിയിലേക്കുള്ള ചെറിയ കറയൊക്കെ, ചെറിയ കറ എന്ന് പറഞ്ഞാൽ കടുപ്പത്തിലുള്ള കറയല്ലാത്ത കറയൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ടൂത്ത് പേസ്റ്റ്, നമ്മുടെ വൈറ്റ് കളറിലുള്ള കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതുപോലെ കുറച്ച് തേച്ച് കൊടുക്കാം. നമുക്ക് ആ ഒരു കറ ഉള്ള ഭാഗത്ത് ഇത്രയും നമ്മൾ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ മുക്കി വെക്കുക കേട്ടോ. കുറച്ച് സമയം നമ്മളിതുപോലെ ഒന്ന് തേച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ആ ഒരു കറയുള്ള ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 3-4 മണിക്കൂറൊക്കെ, അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ഒരു കറയൊക്കെ പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിനാഗിരിയും നമ്മുടെ ടൂത്ത് പേസ്റ്റും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഈ മുട്ടത്തോടിൻ്റെ തരി ഉപ്പ് കൂടി ആകുമ്പോൾ നമുക്ക് ആ തുണിയിൽ പറ്റി പിടിച്ചിട്ടുള്ള കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇതും ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എത്രത്തോളം ഇതിലുള്ള ഈ ഒരു കറ പോയിട്ടുണ്ടെന്ന്. പിന്നെ നമ്മുടെ വീട്ടിൽ നാട്ടിൻപുറത്തൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഓർക്കാപ്പുളി, ഇരുമ്പമ്പുളി. അപ്പോൾ ഈ ഒരു പുളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയും അതുപോലെ തന്നെ വിനാഗിരി ഒഴിവാക്കി ഈ ഒരു ഇരുമ്പമ്പുളിയുടെ നീര് മാത്രം ഈ ഒരു മുട്ടത്തോടിൻ്റെ ഉപ്പിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറ ഇതിലും പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതും നല്ല കിടിലൻ റിസൾട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ കറ ഏകദേശം ഇതാ പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ഒറ്റ തവണ കൂടി ഒന്ന് ഉരച്ചെടുക്കുമ്പോൾ മുഴുവനായിട്ട് കണ്ടോ ഈ ഒരു ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്, ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിതാ സോപ്പ് വെച്ചിട്ട് ഇതുപോലെ കയ്യിലിട്ട് ഒന്നുകൂടെ തിരുമ്മുകയാണെന്നുണ്ടെങ്കിൽ ആ കറ മുഴുവനായിട്ട് തന്നെ പോയി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്